ഉലഞ്ഞിടും. വേക്കിനാക്കൾ വന്നു മൂടി ദുഷിച്ചു നിന്റെ ശയ്യ. നിദ്രയെന്ന ചിന്ത തന്നെ മറന്നിടും. ദിവ്യമെന്ന നാട് മൊത്തം പ്രസിദ്ധമായ പ്രേമം ഇസ്തിരിപ്പണിക്ക് ട്യൂഷൻ എടുത്തിടും. ചന്തമോടെ ചീകി വച്ച കറുത്തിരുണ്ട കൂന്തൽ ഒന്നു ബാക്കി നിന്നിടാതെ പൊഴിഞ്ഞിടും. പാൽ കുടിച്ചു ജിമ്മടിച്ചു സെറ്റ് ചെയ്ത ബോഡി പഞ്ചസാര വ്യാധി വന്ന് മെലിഞ്ഞിടും. തോൽവി 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 എന്ന് വിളിച്ചു നിന്റെ പേര് ഗസറ്റിലിട്ട് മാളോ പുതുക്കിടും. ജനീശബാധയേറ്റ നിന്റെ ദൃഷ്ടി പെട്ട് പോയാൽ പിഴയ്ക്കുമെന്ന് ലോകം വിധിച്ചിടും. നിന്നോട് എതിർത്തിടും, നിന്നെ വെറുത്തിടും. ഒട്ടൻ പണിഞ്ഞിടും, ഒട്ടൻ പണി തരും. മുട്ട മുട്ട ഒന്ന് വന്നേ. ഇതിപ്പം ഇവിടെ കൊണ്ടിടാനാരാ? കുശുമ്പ് മൂത്ത് നിക്കല്ലേ ചുറ്റിലെല്ലാം. എന്ത് കണ്ടിട്ട്? ചെറുക്കൻ ജോലിക്ക് പോകുന്നില്ലേ? ഓ, അതാ ഇൻ ചെയ്ത ഷർട്ടും ഷൂസുമൊക്കെ ഉള്ളടി. കുശുമ്പ് കുത്താനും മാത്രമൊന്നുമില്ല. കാണുന്നവർക്കതറിയില്ലല്ലോ. വിജയ് ചേട്ടോ, ഗുഡ് മോർണിംഗ്. എടാ സുരേഷേ, ഒന്നിങ്ങോട്ട് വന്നേടാ. ദാ ഇതൊന്ന് നോക്കിയടാ. മുട്ടയില് ശുദ്രമാണല്ല, ഇതൊക്കെ ഇപ്പോഴും ഉണ്ടാ? ഓ, ഇത് വല്ല കാക്കയും കൊത്തിക്കൊണ്ടിട്ടായിരിക്കും. പിന്നെ വെറ്റയും പൂവും വെച്ചാണല്ലോ കാക്ക മുട്ട കൊത്തിക്കൊണ്ടിരുന്നത്. അയലൊക്കെ എങ്ങനെയുണ്ട് ചേട്ടാ? ഓ, വലിയ ദ്രോഹമൊന്നുമില്ല. വലിയ ഗുണോ ഇല്ല. ഓ, ഇതൊന്നും കാര്യാക്കണ്ട ചേട്ടാ. ഒന്നുമില്ലെങ്കിലും ചേട്ടൻ സ്വതന്ത്രനായിട്ടാണെങ്കിലും പഞ്ചായത്തിലൊക്കെ നിന്ന് തോറ്റ പാർട്ടിക്കാരനല്ലയോ. ഓ, പേടിയൊന്നുമില്ലടാ. എന്നാലും ഇത് ആര് കൊണ്ടിട്ടെന്നാ? വേഗം വാടി നോക്കാം. എന്താ ചേച്ചി അവിടെ? കൂടോത്രമാണല്ലോ. അയ്യോ, രാവിലെ ഈ ഗേറ്റിന്റെ ഭാഗത്ത് ആരെങ്കിലും നിൽക്കുന്ന കണ്ടോടി കൊച്ചേ? ഞാൻ ശ്രദ്ധിച്ചില്ലേട്ടാ. അല്ലേ സർവ്വനേരവും കണ്ണിങ്ങോട്ടാ. പോയി ഷട്ടെടുത്തിട്ട് മനുഷ്യ. ഞാൻ ദാ വരുന്നേ. ആ, എന്തായാലും വീട്ടുകാരും മറികടന്ന് പുറത്തോട്ടൊന്നും പോയിട്ടില്ലല്ലോ, പിന്നെ കുഴപ്പമില്ല. അയ്യോ, എന്റെ മോൻ വിപിൻ ജോലിക്ക് പോയോ ചേച്ചി? അയ്യോ, ടൈറ്റാനിക് കളിക്കുന്നോ? The person you are calling is not answering. ദൈവമേ, എനിക്ക് വയ്യ. കരയാതെ ചേച്ചി. ഈശ്വര,
എടി ശോഭേ, എന്തുവാടി? വിഷമിക്കാതെ ചേച്ചി, വണ്ടി ഓടിക്കായിരിക്കും, അതാ അവൻ ഫോൺ എടുക്കാത്ത. കിടന്ന് കരയാതെടി. സുരേഷേ, അതങ്ങ് എടുത്തു കളാ. വെറുതെ റിസ്ക് എടുക്കണ്ട. ഇത് അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും എടുപ്പിക്കാം. അത് ശരിയാ ചേട്ടാ. ഇവൻ ആരടാ? നിങ്ങൾ എങ്ങോട്ടായി പോകുന്നേ? ഒന്ന് അടങ്ങ് മനുഷ്യ. ആരെങ്കിലും പറയണോ, ഒന്ന് കേക്ക്. നമ്മുടെ മോൻ ഇത് കടന്നാ രാവിലെ ജോലിക്ക് പോയത്. വാ എൻ്റെ മോനെ. ചേച്ചി ഇവിടെ ഇരിക്കേ. ഉണ്ണികൃഷ്ണൻ തിരുമേനിയെ വിളിച്ചാലോ? അങ്ങനെ ഈ ഏർപ്പാടുണ്ടോ? വെപ്പുണ്ടോന്നറിയത്തില്ല, എടുപ്പുണ്ട്. ഓ, ഹലോ, ആ തിരുമേനി വിജീഷ, കൊച്ചുവെള്ളയിലെ. എന്തുവായിരുന്നു? എവിടാ, മഠത്തിലുണ്ടോ? അയ്യോ ഇല്ലല്ലോ, ഞാനേ ഒരു യാത്രയില്ല. നാളെ വരും. അയ്യോ, ഇനി എന്ത് ചെയ്യും? നിങ്ങൾ കാര്യം പറയൂ. അതെ തിരുമേനി, നമ്മുടെ വിജയൻപിള്ള ചേട്ടനെ അറിയത്തില്ലേ? റേഷൻ കടയുടെ അവിടെ ഉള്ള പുള്ളിയുടെ വീട്ടിന്റെ നടയിൽ ആരാണ്ട് ശുദ്രം വെച്ചിരിക്കുന്നു. ശുദ്രോ? എന്തില്? മുട്ടയുണ്ട്, അതിലേതാണ്ടൊക്കെ എഴുത്തുണ്ട്, പിന്നെ വെറ്റല, പൂവ്, മഞ്ഞപ്പൊടി. നൂലുണ്ട്. പൂവെന്ന് പറയുമ്പോ അതിപ്പോ ചെമ്പരത്തി, തെച്ചി, ചുവന്നതേ, പിന്നെ തുളസി ഇല. നൂല്. നാരങ്ങയുണ്ടോ? നാരങ്ങ ഒന്നും ഇല്ലടേ. ഇല്ല, നാരങ്ങയില്ല. നാരങ്ങയില്ല, നൂല് പറ. പാക്കുണ്ട്. പിന്നെ ഇവിടുത്തെ പയ്യൻ രാവിലെ അതിനെ മറികടന്ന് പണിക്ക് പോയിട്ടുണ്ട്. ബൈക്കിന്റെ ടയർ വെറ്റിലേക്ക് കയറിയിട്ടുണ്ട്. എൻ്റെ മോനെ. എന്നിട്ട് അറിയില്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല. കുഴപ്പമുണ്ടോ തിരുമേനി? പിന്നെ ഞങ്ങള് കുറച്ചുപേര് ഈ പുരയിടത്തിൽ കയറി. അതാ വീട്ടുകാർക്ക് വെച്ചേക്കുന്നതല്ലേ, നിങ്ങളുടെ സേഫാ. ഇതിപ്പോ എടുക്കാനായിട്ട് ഒരു കാര്യം ചെയ്യേ, അതിൽ നിന്നൊന്നും പോകാതെ സൂക്ഷിച്ച് എവിടെയെങ്കിലും എടുത്തു വെക്കേ. ഞാൻ നാളെ വന്നിട്ട് വേണ്ടത് ചെയ്യാം. ആ പയ്യനെ വിളിച്ചൊന്ന് സൂക്ഷിക്കണമെന്ന് പറയണേ. പിന്നെ മുട്ട പൊട്ടിയില്ലല്ലോ അല്ലേ? ഇല്ല, മുട്ട പൊട്ടിയിട്ടില്ല. മുട്ട പൊട്ടാതെ നോക്കണം. ഞാൻ നാളെ വന്നിട്ട് വേണ്ടത് ചെയ്യാം. ആ നൂലിന്റെ കാര്യം പറയാൻ എന്താ? മുട്ട പൊട്ടാതെ നോക്കാൻ പറഞ്ഞു. അതിനിപ്പോ പുറത്ത് വെക്കണ്ട ഏട്ടാ, വല്ല കാക്കയും കൊത്തിയാ പണിയാ. പിന്നെ അകത്ത് പൂജാമുറി വെക്കേട്ടാ. അതിനിവിടെ പൂജാമുറി ഇല്ലല്ലോ. അതെന്തു പണിയാ ചേട്ടാ, ഒരു വീടായ പൂജാമുറി വേണ്ടേ? എടോ, തൻ്റെ വീട്ടിലുണ്ടോടോ പൂജാമുറി? എൻ്റെ വീട്ടിലില്ല. മെമ്പറെ സൂക്ഷിച്ച്. എന്തോ വിജയൻ ചേട്ടാ? എൻ്റെ മോൻ എവിടെന്ന് അന്വേഷിക്കും ആരെങ്കിലും. ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഇപ്പൊ പരിധിക്കും പുറത്താ. താങ്കൾ വിളിക്കുന്ന നമ്പർ പരിധിക്ക് പുറത്താണ്. ദയവായി ഇതാരാ ചെയ്തേ? ആരാന്ന് കാണിച്ചോണ്ട് ഇതുകൊണ്ട് വെക്കത്തില്ലല്ലോ. എൻ്റെ വിജയൻ ചേട്ടാ, നിങ്ങളിങ്ങനെ ഒരു അന്ധവിശ്വാസിയായി പോയല്ലോ. ഒന്നുമില്ലെങ്കിലും നിങ്ങൾ സ്വതന്ത്രനായിട്ട് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ മത്സരിച്ചല്ലേ? അതിന് ഞാൻ തോറ്റുപോയതല്ലേ എന്താ? പാർലമെന്ററി വിജയത്തിൻ്റെ പുറത്താണോ ചേട്ടാ നമ്മുടെ പ്രത്യയശാസ്ത്ര വിശ്വാസം? ഷെടാ, ഒരു CCTV വെച്ചിരുന്നെങ്കിൽ ഈ വൃത്തികേട് കാണിച്ചവനെ കയ്യോടെ പിടിക്കാമായിരുന്നു. എൻ്റെ ചെറുക്കനെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവൻ എപ്പോഴാ പോയത് ചേച്ചി? ഒരു 8:30 ആയി കാണും. മാർക്കറ്റിംഗ് പണിയായതുകൊണ്ട്
എവിടാണെന്ന് ആർക്കറിയാം? നമുക്ക് പോലീസിൽ പറഞ്ഞാലോ? സാധാരണ അവൻ എത്ര മണിക്കാ തിരിച്ചു ഒരു വരുന്നത്? 6-6:30 തിരിച്ചു വരും. ആ ഇപ്പം സമയം 12:30. കാണാതായി എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ പറ്റുമോ? പിന്നെ കൂടോത്രത്തിന് കേസ് എടുക്കാൻ വകുപ്പില്ല. വെയിറ്റ് ചെയ്യാം. ലാസ്റ്റ് ടവർ ലൊക്കേഷൻ നോക്കിക്കൂടെ? എന്നാലും നല്ല ഫസ്റ്റ് നാട്ടുകാരാ. ഇങ്ങനെ ഒരു അത്യാപത്ത് നടന്നിട്ട് നമ്മളല്ലാതെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ നോക്ക്. ഈ സമയത്ത് ബാക്കി എല്ലാവരും വല്ല തൊഴിലിനും പോടോ. കുടിക്കേച്ചി, പ്രയാസപ്പെടാതെ. ഒന്നും സംഭവിക്കില്ല. എനിക്ക് വേണ്ട മോളെ, എൻ്റെ മോൻ വരാതെ എനിക്കൊന്നും ഇറങ്ങൂല. ഇത് കുടിക്കേ. ഓ, നിന്നെ തേടി കണ്ടല്ലോ ഭാഗ്യം പൊട്ടിയില്ല. കണ്ടില്ലേടോ മുഖത്ത്? പൊട്ടിയാലോ? ആ ഓ ഇയാളായിരുന്നു. ഇത് നമ്മുടെ സൈറ്റേച്ചിയുടെ മോനാ വിജയൻ ചേട്ടാ. CCTVയുടെ കമ്പനിയിലാ. എന്റെ പൊന്ന് വിജയൻ ചേട്ടാ, ഇതിവിടെ കിടന്ന് പൊട്ടി വല്ല അനർത്ഥം സംഭവിക്കാതെ എടുത്ത് സൂക്ഷിച്ചു വെക്കാൻ നോക്ക്. നാളെ തിരുമേനി വരുന്നവരെങ്കിലും. എവിടെ വെക്കൂടാ? മെമ്പർക്കും കൂട്ടർക്കും ഇതിലൊന്നും വിശ്വാസമില്ലല്ലോ. നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ കൊണ്ടുവച്ചൂടെ മെമ്പറെ? പിന്നെ നിന്റെയൊക്കെ മുട്ട വയ്ക്കാനല്ലേ പാർട്ടി ഓഫീസ് കെട്ടിയിട്ടേക്കുന്നേ? ചേട്ടാ, ഇനി ഇങ്ങനൊന്നും ഉണ്ടായിരിക്കാൻ നമുക്ക് അർജൻറ്റായിട്ട് CCTV ഇൻസ്റ്റാൾ ചെയ്യണം. ഇതുവരെയും അതിൻ്റെ ഒരാവശ്യം ഇവിടെ വന്നിട്ടില്ല. ഇപ്പം ഇതൊന്നും ഒരു ആഡംബരമല്ല ചേട്ടാ. താൻ ഈ വീടൊന്ന് നോക്ക്. ഇവിടെ ഇതിൻ്റെ ആവശ്യമുണ്ടോ? പിന്നെ എനിക്കിതിലൊന്നും വലിയ വിശ്വാസവുമില്ല. എവിടെ വിഷമം കണ്ടിട്ട് എനിക്കൊരു ചാഞ്ചല്യം, അത്രയേ ഉള്ളൂ. വേണ്ട ചേട്ടൻ കൂടോത്രത്തിൽ വിശ്വസിക്കണ്ട, ശാസ്ത്രത്തിൽ വിശ്വസിക്കാമല്ലോ. CCTV സയൻസാ ചേട്ടാ. താനൊന്ന് പോയേ. എപ്പോഴും പരിധിക്ക് ഓർത്താ. ദയവായി അല്പസമയത്തിന് ശേഷം കഴിക്കണ്ടേ? ഞാൻ ആ മുട്ട അകത്തൊന്ന് കൊണ്ടുവെക്കാൻ വേണ്ടി കാത്തിരുന്നതാ. മറികടന്ന് പോകണ്ടെന്ന് കരുതി. എന്നാ പോയച്ചു വരാം. ഇത് ഇച്ചിരി സമയം എടുക്കും. അച്ഛനെന്ത് ഈ ഷർട്ടൊക്കെ ഇട്ടിട്ട്?
എവിടെ ആയിരുന്നടാ ഇതുവരെ? ജോലിക്ക്, അല്ലാതെ അവിടെ പോവാൻ. മനുഷ്യനെ തീ തീറ്റിക്കാനായിട്ടുണ്ടാകാമോടാ? നിന്റെ ഫോൺ അമ്മ ഇത് ഒരുമാതിരി. എന്തോ ഇത്? വാ പറയട്ടെ. താനെന്താണ് വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞത്? പിന്നെ വിളിക്കുമ്പോൾ ഔട്ട് ഓഫ് കവറേജ്. എവിടെ ആയിരുന്നു? സത്യം പറ. എൻ്റെ മെമ്പറെ, വിളിച്ചത് കേട്ട് കാണില്ല. ഓ, ഈ വണ്ടി ഓടിക്കുകയല്ലേ. പിന്നെ കച്ചവടമൊക്കെ തീരെ ശോക. ഫീൽഡിലായതുകൊണ്ട് മോളിൽ നിന്നുള്ള പ്രശ്നമാണെങ്കിൽ സഹിക്കാനും പറ്റുന്നില്ല. മോളിൽ നിന്ന് ആരും വിളിക്കാതിരിക്കാൻ വേണ്ടി ഫോൺ ഫ്ലൈറ്റ് മോളിലിട്ട് ഒരു പാളത്തിനങ്ങേറി. ഓ, അതുകൊണ്ടായിരിക്കണം ഈ ഔട്ട് ഓഫ് റേഞ്ച്. ഫസ്റ്റ് എന്റെ പൊന്നു മോനെ, ഇവിടെ ആരാണ്ട് ക്ഷുദ്രം ചെയ്തടാ. നിന്നെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് എന്തോ അനർത്ഥം പറ്റിയെന്ന് വിചാരിച്ചു. പുല്ല്. ഇതിനായിരുന്നു ഇവിടെ അംഗം. ആരെങ്കിലും ചത്തോ ഇവിടെ? ബോധമുള്ളൊരൊറ്റ എണ്ണം ഈ കുടുംബത്തിലില്ല. എൻ്റെ പൊന്നു മെമ്പറെ, നിങ്ങളും. അതെ, ഇവിടുത്തെ ഷോ തീർന്നു. എല്ലാരും പോയേ. മാറണേ മോനെ ദാ, മാറി. കോപ്പിലൊരു കൂടോത്രം നാട്ടുകാരും. വിജയൻ ചേട്ടാ, എന്നാ നാളെ തിരുമേനി വരട്ടെ അല്ലേ? ചേട്ടാ, പാതിരാത്രി ആയില്ലേ, ഒന്ന് പോയിത്താ. ആ ചേട്ടാ, നമ്മുടെ കാര്യം നിൽക്കണ്ട, നടപടിയാവില്ല. ചാവാത്തന്റെ നെകളിപ്പാ ചെക്കൻ. അമ്മേ, വിശക്കുന്നു, വല്ലോം താ. വേണമെങ്കിൽ എടുത്ത് തിന്നടാ. മനുഷ്യൻ ഇന്ന് ജലപാനം ചെയ്തിട്ടില്ല. തന്തയ്ക്ക് മോന് അവനവന്റെ കാര്യം. തുടങ്ങി. ഓ, ഇന്നലത്തെ ആ ഒരു കഷ്ണം ഇങ്ങോട്ട് ഇട്ടേടാ. കട്ട പുകയായിരിക്കും മൊത്തം, ഇരുട്ടായിരിക്കും മോഹം, ചിതൽ തിന്നു തീർക്കും ദാഹം, കരിക്കാടിയാവും മുടി മുഴുക്കെ